ഒരു ഡൂഡിൽ ആർട്ട് വരച്ചൊരു കുട്ടി സ്റ്റോറി ആയാലോ? എൻ്റെ കൈ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് രണ്ടടയാളം കാണാൻ പറ്റും. അതിലാദ്യത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മുറിവിനൊക്കെ ഒരു സ്റ്റോറി എന്നല്ലേ? അതെ അതെ. ഇതുപോലൊരു വെക്കേഷൻ സമയത്ത് ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ അമ്മയുടെ വീട്ടിൽ ഒത്തുകൂടി. അന്ന് എല്ലാവരും കിടന്നുറങ്ങാൻ നേരത്ത് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കട്ടിലിൽ നിന്നുകൊണ്ട് ഒരു പുതപ്പെടുത്ത് വീശി. ആ വീശിയ വീശലിൽ എൻ്റെ കൈ ചെന്ന് സീലിംഗ് ഫാനിൽ കൊണ്ടു. ആകെ ഒരു മരവിപ്പ്. ഞാൻ ഓർത്തു എൻ്റെ കൈ 2 പീസായി പോയെന്നോ. അങ്ങനെയൊന്നും ആയില്ല. ഒരൊച്ച കേട്ട് ഇവർക്ക് എന്താ പറ്റിയെന്നോ ആർക്കും ഒന്നും മനസ്സിലായില്ല. ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു. ഫാനും ഓഫായി പോയി. ഫാനിൻ്റെ ലീഫൊക്കെ വളഞ്ഞു പോയില്ലേ, പിന്നെ എങ്ങനെ ഓടും? ആകെ ശോകം മൂഡ്. എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിഞ്ഞില്ല. അന്ന് എല്ലാവരുടെ ഉറക്കവും പോയി. എൻ്റെ ഉറക്കം പോയി. മുറിവല്ലേ കയ്യിലിരിക്കുന്നേ, എനിക്കെങ്ങനെ ഉറക്കം വരാനാ? ഇതുപോലൊരു വെക്കേഷൻ ആയതുകൊണ്ട് ഈ സ്റ്റോറി ഇപ്പോൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതമെന്നാണ് എനിക്ക് തോന്നിയത്. എന്നെപ്പോലെ മണ്ടത്തരങ്ങളൊന്നും ഈ വെക്കേഷനിൽ ആരും കാണിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.